പല LPG സിലിണ്ടറുകൾ കൂടുതലായിട്ട് ഒരാൾ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗൾഫ്, അതുപോലെ പാകത്തിനുശേഷ കാശ്മീർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പണം ഒന്നിച്ച് പിൻവലിക്കുകയാണെങ്കിൽ ഒരാളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രയാസകരമാകും എന്നുള്ളതാണ്. പഠനത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിലുണ്ടായ തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളായി ഇന്ത്യ ഗവൺമെന്റ് രേഖപ്പെടുത്തിയ അതിലെ ഭൂരിഭാഗം സമയവും സ്വാഭാവികമായി ലാസ്റ്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും പിന്നീട് മോഡി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളും അതിന് UAP അടക്കമുള്ള ചാർജിങ്ങും വന്നിട്ടുള്ള കേസുകളിൽ ഈ പ്രൊഫൈലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ഭീകരവാദമാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സൃഷ്ടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷെ മുസ്ലിം കേസുകൾ അതിൽ 4ഓ 5ഓ സ്ഥാനത്താണ് വരുന്നത്. തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അടിച്ചമർത്തൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കുവാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഒരു ജനവിഭാഗത്തെ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ തീർത്തും സംശയത്തിൻ്റെ നിഴലിലേക്ക് തള്ളി വിടും വിധമുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ ആവാത്ത ഒരു കാര്യവുമാണ്. യഥാർത്ഥത്തിൽ ബഹുസ്വരതയാണ് രാജ്യത്തിൻ്റെ ആത്മാവ്. വേഷവിധാനവും അതുപോലെ തന്നെ വസ്ത്രധാരണവുമൊക്കെ സ്വന്തം ഇഷ്ടത്തിന് സ്വീകരിക്കുക എന്നത് ഭരണഘടന വകവച്ചു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പോലീസിന് നൽകിയിട്ടുള്ള ആൻറ്റി റാഡിക്കലൈസേഷൻ സെല്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള SOPയിൽ കാണുന്ന ചില ഭാഗങ്ങൾ തീവ്രവാദത്തിൻ്റെ ലക്ഷണമായി നിഖാബും അതുപോലെ തന്നെ താടിയുമൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ ഒരു SOP നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അല്ല, ഒന്നാമതായിട്ട് ഞാൻ ഈ ജോൺ ബ്രിട്ടാസിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഒരുപക്ഷെ മൗനം പാലിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്തൊരു സമയത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാണ് എന്ന രീതിയിൽ അതിനെ ഉന്നയിക്കുകയും ആ രീതിയിൽ മീഡിയയ്ക്ക് മുമ്പിലൊക്കെ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത അത് ജോൺ ബ്രിട്ടാസാണ്. മാത്രമല്ല അദ്ദേഹം ഗുജറാത്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു ഗൗരവമേറിയൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതിന് ജോൺ ബ്രിട്ടാസ് MP നമ്മുടെ സ്പോട്ട്ലൈറ്റിൻ്റെ പേരിൽ ഒരു വലിയ അഭിനന്ദനം നമ്മൾ നൽകുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, പുതിയ ഇന്ത്യയിലൊരു രാഷ്ട്രീയ അന്തരീക്ഷം പുതിയ എന്ന് പറയുമ്പോൾ ഒരു 10-30 വർഷങ്ങളുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പരിശോധിച്ചാൽ അതിനകത്ത് ഈ മതചിഹ്നങ്ങൾ കൂടുതലായിട്ട് സമൂഹത്തിൽ പ്രകടമായി വരുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ ബാബരി മസ്ജിദിനെതിരെയുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ രാമജന്മഭൂമി മൂവ്മെൻറ്റ് വരുമ്പോൾ അന്ന് ഈ അവരുയർത്തിയ മുദ്രാവാക്യങ്ങളിലൊന്നാണ് ഗർവ് സേ കഹോ മേ ഹിന്ദു ഹേ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരാളൊരു ഹിന്ദു ആണ് എന്നുള്ളത് സ്വയം പ്രഖ്യാപിക്കുക? അപ്പോൾ ഈ നിലവിലുള്ള ഈ പൊതുധാരയിൽ നിന്ന് മാറിക്കൊണ്ട് ഉള്ള പല ചിഹ്നങ്ങളും അന്ന് അണിയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതും അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയോ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചോളം അവർ ഒരു പൊട്ട് തൊടുന്നത്, കുറി വരക്കുന്നത്, ഇപ്പോൾ ചില രീതിയിലുള്ള ചരടുകൾ കെട്ടുന്നത് പോലും അവർ പവിത്രമാണ് എന്ന് കരുതുന്ന ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കാം. എന്നാൽ അതൊക്കെ മറ്റൊരു രീതിയിൽ റിവൈവ് ചെയ്ത് വരികയും വളരെ പ്രകടമായ രീതിയിൽ തന്നെ തങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീക്ലെയിമിങ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ഈ നമ്മുടെ മറ്റു മതസമൂഹങ്ങളിലും സ്വാഭാവികമായും ഇതിനെ ഒരു ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഒരു പരിണത ഫലം എന്താണ്? അവർക്ക് എവിടെയാണ് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇൻസെക്യൂരിറ്റി മറികടക്കാൻ കഴിയുക, അതിനുള്ള ചില ഈ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും മതപരം പോലും ആയിക്കൊള്ളുന്നില്ല.
ചിലപ്പോൾ അതിനകത്തൊരു സ്യൂഡോ റിലീജിയസ് സ്പിരിറ്റ് പോലും ആകാം. പക്ഷേ അങ്ങനെ ഒരു സംഭവം സംഭവിക്കും, അതേത് സമൂഹത്തിലും സംഭവിക്കാവുന്ന മനഃശാസ്ത്രപരമായൊരു പരിണാമമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു മതപരമായ ഈ ഐഡൻറ്റിറ്റിയുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എസെൻഷ്യലാണ്. അതിപ്പോൾ താടി വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിഖാബ് ധരിക്കുന്നതോ അവർ മറ്റേ മുഴുവനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചോളം മുഴുവനായി മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതോ ഒരു പുരുഷനെ സംബന്ധിച്ചോളം നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഉയർത്തുന്നതോ ഇതൊന്നും തന്നെ ഒരു പുതിയ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മറിച്ച് അതൊക്കെ അതിൻ്റെ പ്രമാണങ്ങളിൽ വ്യക്തമാക്കുന്ന മുസ്ലിം യഥാർത്ഥത്തിൽ പാലിക്കേണ്ട വസ്ത്രധാരണ രീതികൾ ആണ്. ഇതുപോലെ തന്നെയാണ് ഒരു സലാം പറയുന്നത്, അതല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ മാഷാ അല്ലാ പറയുന്നത്, ഇൻഷാ അല്ലാ പറയുന്നത്. ഇതൊക്കെ എന്താ വെച്ചാൽ ആ വൊക്കാബുലറി ഒന്നും പുതുതായിട്ട് ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ല. മറിച്ച് മതപരമായി പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഖുർആനിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവരെത്രത്തോളം പാലിക്കുന്നു അതനുസരിച്ച് അതിലേക്ക് വരാവുന്നു എന്നാണ് അർത്ഥം. അതിനകത്തൊരു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ ഇല്ല. പലപ്പോഴും നമുക്കറിയാം ഇതൊന്നും ഇല്ലാത്തവർ ഇതെടുത്തണിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നതും. ഇപ്പോൾ മലയാളിയെ സംബന്ധിച്ചോളം അവനൊരു വസ്ത്രധാരണ രീതിയുണ്ട്. അതായത് നമ്മൾ കേരളീയമായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടെ സ്വീകരിക്കാവുന്നൊരു വസ്ത്രധാരണ രീതി. ആ വസ്ത്രധാരണ രീതിയാണ് ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചിട്ടുള്ളത്. അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നം എന്താണില്ല. എന്നാൽ അതേസമയം ചിലരെങ്കിലും ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു കുറച്ചുകൂടെ കവിഞ്ഞ രീതിയിൽ ചിലപ്പോൾ അതിനെ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെയും എന്താ വെച്ചാൽ അത് സുന്നത്തെന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം സുന്നത്ത് എന്ന് പറയുന്ന പ്രതിഫലാർഹമായൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതൊരാൾ സ്വീകരിക്കുന്നതും രാഷ്ട്രീയമല്ല, അത് മതപരം മാത്രം ആണ്. അതിൻ്റെ റാഡിക്കലൈസേഷൻ്റെ ഒരു ഭാഗം അല്ല. ഒരു പക്ഷേ അവൻ്റെ സ്പിരിച്വൽ ക്വസ്റ്റ് അല്ലെങ്കിൽ മതപരമായ അവൻ്റെ അന്വേഷണം അവനെ കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഒരു തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചോളം നമുക്കറിയാം, അവരിപ്പോൾ കൃപാണ് ധരിക്കുന്നത് അല്ലെങ്കിൽ വാള് ഈ കൊണ്ട് നടക്കുന്നത്, തലീക്കെട്ട് കെട്ടുന്നത്, മുടി നീട്ടി വളർത്തുന്നത്, ഇതൊക്കെ അവരുടെ പരമ്പരാഗതമായി തന്നെ അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിലിപ്പോൾ ശരിക്കും നമുക്കറിയാം, ഇപ്പോൾ ഈ ഖലിസ്ഥാൻ വാദം ഉണ്ടായപ്പോൾ അതിപ്പോൾ സിഖുകാർ നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അവരെന്ത് ചെയ്തു, ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെടുത്താൽ നമുക്കറിയാം എക്സ്ക്ലൂസീവായ കുറേ ജനസമൂഹങ്ങളുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്താണ് പറയുക, ഈ സന്യാസിമാരായിട്ടുള്ള അഘോരികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ സാധാരണ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. കാരണം വെച്ചാൽ അവരത് ആ നിലയ്ക്ക് അത് കൊണ്ടു നടക്കുന്നത്. അതിലേക്ക് മാറുന്ന ഒരാൾ, സാധാരണ സമൂഹത്തിന് അതിലേക്ക് മാറുന്ന ഒരാളെന്ത് ചെയ്യും, ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കും. പക്ഷെ അതുകൊണ്ട് അയാൾ പൊളിറ്റിക്കലൈസ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒരു നേഷന് വിരുദ്ധമായ ഒരാളോ ആകുന്നില്ല. എന്തായാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒരു പൊതുസമൂഹത്തോട് യോജിച്ചുകൊണ്ട് മതപരമായി വിരുദ്ധമല്ലാത്തൊന്നും എന്ത് ചെയ്യും, മുസ്ലിങ്ങൾക്ക് പാലിക്കാൻ പറ്റും. സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു അനുകരണമല്ലാത്ത, മറ്റൊരു മതത്തോടുള്ള അനുകരണമല്ലാത്ത ഒന്നിന് സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന് എതിരല്ലാത്തൊരു കാര്യത്തെ അതിനെ എന്ത് ചെയ്യും, മുസ്ലിങ്ങൾ സ്വീകരിക്കും. ഇതുപോലെ തന്നെയാണ് ചില പ്രാക്ടീസസ്, അത് മതേതരമായ പ്രാക്ടീസസ് ആണെങ്കിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വിളക്ക് വീണ്ടും കഴിഞ്ഞ ആഴ്ച വീണ്ടും വിളക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് വെച്ചാൽ അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് പ്രശ്നവൽക്കരിക്കുമെന്ന് പറയുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ സംഭവിക്കും വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അതിനോടുള്ളൊരു പ്രതിരോധം കൂടി എന്ത് ചെയ്യും, വരാൻ സാധ്യതയുണ്ട്. രണ്ടെന്താ വെച്ചാൽ ഇവിടെ പകുതി പ്രശ്നക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. വെച്ചാൽ ഒരു അപ്പോളജറ്റിക് മുസ്ലിംസ് ഇവിടെ ഉണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊന്നുമല്ല ഇസ്ലാം ഹൃദയത്തിലാണ്, അള്ളാഹ് നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒരുപാട് ആധാറുകളെ ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അവിടെയാണ് ശരിക്കും അവർ കാരണമാണ് ശരിക്കും ഈ പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാകുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിൽക്കുക. ഇത് പുതുതാണെന്ന് തോന്നുന്നൊരു പ്രശ്നം വരുന്നില്ല.
പക്ഷേ ഇവിടെ ഇസ്ലാമിനെ അന്വേഷിക്കുന്ന, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന, അതിനെ കൂടുതൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരിതുകൂടെ ഇതിൻ്റെ ഭാഗമാണ്, ഇതുകൂടെ പുണ്യമാണ്, ഇതുകൂടെ പ്രതിഫലാർഹമാണ് എന്ന് കാണുമ്പോൾ സ്വീകരിക്കുന്ന ഒന്ന് ഒരു തെറ്റാണ്. നമുക്ക് എന്ത് ചെയ്യില്ല, പറയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ഇടക്കാലത്ത് വിട്ടുകളഞ്ഞ ചില കാര്യങ്ങൾ ബോധപൂർവ്വം എടുത്ത് അണയുകയാണെന്ന് തോന്നൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം ഉണ്ടാകാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേൾക്കുന്നവരോട് വെച്ചാൽ പൊതുസമൂഹത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ കാര്യങ്ങൾ പാലിക്കുന്നതിന് സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തൊരു വശം എന്താ വെച്ചാൽ ഇതിനപ്പുറം പലതിനെയും പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന് വെച്ചാൽ എന്തോ ഒരു ഭീകര വിളിയാണെന്നുള്ളത്, ഈദ്ഗാഹുകൾ, ഇപ്പോൾ ഉലുഹിയത്ത്, അതുപോലെ ഇപ്പോൾ വഖഫ്, ഇതിനൊക്കെ എന്ത് ചെയ്തു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജിഹാദിനെ പിന്നെ പല മൾട്ടിപ്പിൾ ലെവലിൽ എന്താണ് പ്രശ്നവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൊണ്ടുവരുന്നതിൻ്റെ അപ്പുറത്തേക്ക് വ്യക്തിപരമായി ഒരു മുസ്ലിമിനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓരോ മുസ്ലിമിനെയും ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോളിസിയിലേക്ക് ഈ കാര്യങ്ങളെ ഇപ്പോൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടല്ലോ, ആരാണ് നല്ല മുസ്ലിം, ആരാണ് ചീത്ത മുസ്ലിം എന്നത് ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആക്കി ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കുഴമുറിച്ചിലേക്ക്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ എന്തായാലും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ SOP ഇത് എല്ലാവരും പറ്റിയെന്ന് വായിക്കേണ്ടതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ SOPയിൽ പിന്നെ അത് നോക്കിയാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ മതം, ഭാഷ, അതുപോലെ തന്നെ അവൻ്റെ ചിഹ്നങ്ങൾ, വേഷം, ചിഹ്നങ്ങൾ, ഇതിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ SOP സംസാരിക്കുന്നത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റാഡിക്കലൈസേഷൻ സെല്ല് രൂപീകരിക്കുകയും 139 പുതിയ പോസ്റ്റുകൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സൂപ്രണ്ട് ഓഫ് പോലീസിനും കമ്മീഷണർ ഓഫ് പോലീസിനും നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന വിഭാഗങ്ങൾ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കർഷകരുണ്ട്. ഈ കർഷകരിപ്പോൾ അമോണിയം നൈട്രേറ്റ് വാങ്ങിക്കും, ഫോസ്ഫറസ് എന്ത് ചെയ്യും, വാങ്ങിക്കും. ഇതൊക്കെ എന്തിനാണ് വാങ്ങിക്കുന്നത്? വളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം സാധനങ്ങൾ അവർ വാങ്ങിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആയിരക്കണക്കിന് കർഷകരെ വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അതായത് വളരെ എളുപ്പത്തിൽ ഒരാളെ ക്രിമിനലാക്കാൻ, അല്ലെങ്കിൽ ഈ തരത്തിൽ ആൻറ്റി നേഷണലാക്കി മാറ്റാൻ കഴിയുന്നതാണ് ഈ നിയമങ്ങളിൽ നിന്നുള്ളതാണ്. ഇതുപോലെ തന്നെ വെച്ചാൽ മദ്രസകൾ കൂടുതൽ സന്ദർശിക്കുന്ന, പള്ളികളിൽ ഫ്രീക്വൻ്റായിട്ട് പോകുന്ന ആളുകൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം 5 നേരം എന്ത് ചെയ്യണം, പള്ളിയിൽ പോകണ്ടേ? മതപണ്ഡിതന്മാർ സന്ദർശിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെ ഈ ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, ഒരു മതപരമായ ജീവിതം ജീവിക്കുന്ന, അത്തരത്തിലുള്ള ചിഹ്നങ്ങളെ അണിയുന്ന, വേഷമണിയുന്ന, ഭാഷ ഉപയോഗിക്കുന്ന ആരെയും അത്തരം കാരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ കുറച്ച് പ്രോസസ്സുകളാണ് അവരെ ഈ ഒരു റാഡിക്കലൈസേഷനിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സുകൾ. ഇതെന്തായാലും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ അപകടങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെന്താ വെച്ചാൽ പല LPG സിലിണ്ടറുകൾ കൂടുതലായിട്ട് ഒരാൾ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗൾഫ്, അതുപോലെ പാകത്തിനുശേഷ കാശ്മീർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം പണം ഒന്നിച്ച് പിൻവലിക്കുകയാണെങ്കിൽ, ഒരാളുടെ മകളുടെ കല്യാണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രയാസകരമാകും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ സലഫി വഹാബി ആശയക്കാർ, അവരാണ് തീവ്രവാദത്തിൻ്റെ ആളുകൾ എന്നുകൂടെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. മറിച്ച് ശരിക്കും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി ജീവിക്കുകയും രാജ്യത്തോട് സ്നേഹം പുലർത്തണം, കൂറു പുലർത്തണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് സലഫികൾ. കാരണം അത് സലഫി അഖീദയുടെ ഭാഗമാണ്.
സലഫി വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ട്. സ്വാഭാവികമായും ഇത് മറ്റൊരർത്ഥത്തിൽ ഒരു തീവ്രബോധത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് അടിയന്തരമായി പിൻവലിക്കേണ്ടതുണ്ട്. ഇതിന് കോടതി വഴിയാണോ എങ്ങനെയാണെങ്കിലും ഇതിന് ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത് നിലവിലുള്ള ഇന്ത്യയിലെ ഒരു സെക്യുലറായ കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമാണ്. എന്തുകൊണ്ട് ഇതിനെ കോടതി വഴിയോ മറ്റൊക്കെ തിരുത്താൻ വേണ്ട ശ്രമങ്ങൾ രാഷ്ട്രീയക്കാരെന്തായാലും നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ അണിയുന്ന ഇത്തരം മതചിഹ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീവ്രവാദത്തിനെതിരിൽ ശക്തമായ നിലപാടിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒരു സംവിധാനം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഇതിനകത്ത് ഉള്ള ഗൗരവമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിഷയത്തെ ഇത് വന്നിട്ടുള്ളത് SOP വന്നിട്ടുള്ളത് ഗുജറാത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവരവരുടെ എല്ലാ ഏറ്റവും വിനാശകരമായ ആശയങ്ങളും പരീക്ഷണങ്ങളൊക്കെ അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു ലബോറട്ടറി ആയി കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണെങ്കിലും അവരുടെ വർഗീയ ലഹളകളുടെ പരീക്ഷണങ്ങളാണെങ്കിലും മറ്റനേകം കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായി ഒന്നാമത്തെ ഒരു കാര്യം ആയി സാറ് പറഞ്ഞതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് എന്ന് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾ ഗൗരവമായി കാണുകയും അതിനെതിരായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളുള്ളത്. ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളിടത്തെല്ലാം അതിൻ്റെ SOP എങ്ങനെയായിരിക്കണം അന്വേഷണം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അധികാരി വർഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കുന്നു എന്നതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് മതപരമായ പ്രൊഫൈലിംഗ് തീവ്രവാദ രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ളത്. അത് ലോകത്ത് വളരെ കൃത്യമായി, പ്രത്യേകിച്ചും ഗോണ്ടനാമോക്കൊക്കെ ശേഷം ഈ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം വലിയ തോതിൽ അത് ഒരു നറേഷൻ സൃഷ്ടിച്ചല്ലോ. ഒരു ബൈനറി, ഒന്നുകിൽ നിങ്ങൾ തീവ്രവാദികൾ അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യവംശത്തിൽ അമേരിക്കയുടെ പക്ഷത്ത് എന്ന ഒരു നറേഷൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാണ് എന്ന നറേഷൻ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകത്തൊരിക്കലും ഒരു മതത്തെ പ്രൊഫൈൽ ചെയ്യുന്ന രീതിയിൽ ടെററിസവുമായി ബന്ധപ്പെട്ട നറേഷൻ ഉണ്ടാവരുത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കൃത്യമായൊരു പ്രൊഫൈലിംഗ് നമ്മളെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ മറ്റൊരു വിഷയം. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ത്യൻ റെക്കോർഡ് ഓഫ് ക്രൈം റെക്കോർഡിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ, ഡാറ്റ, എത്രയോ ഡാറ്റകൾ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഞാനത് ഒരു പഠനത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിലുണ്ടായ തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് രേഖപ്പെടുത്തിയ, അതിലെ ഭൂരിഭാഗം സമയവും സ്വാഭാവികമായി ലാസ്റ്റ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളും അതിന് UAP അടക്കമുള്ള ചാർജിങ്ങും വന്നിട്ടുള്ള കേസുകളിൽ ഈ പ്രൊഫൈലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊരു മുസ്ലിം ഭീകരവാദമാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സൃഷ്ടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ മുസ്ലിം കേസുകൾ അതിൽ 4ഓ 5ഓ സ്ഥാനത്താണ് വരുന്നത്. ഏറ്റവും അധികം എണ്ണം വരുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയിൽ വരുന്നത് നക്സലുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ നക്സൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്
ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. രണ്ടാമത് മറ്റ് പല കേസുകളും 3, 4, 5 സ്ഥാനങ്ങളിലൊക്കെയാണ് മുസ്ലിം പേരുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും എന്താണ് ഒരു നറേഷൻ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ മതേതര രൂപത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചോദിച്ച കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ മതപരമായി ഒരാൾ നേരത്തെ അമിത് മാഷ് പറഞ്ഞ പോലെ ഒരു സജീവതയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസിങ് ലൈനിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മുസ്ലിം കാഴ്ചപ്പാടിലേക്ക് ഒരാൾ കടന്നു വരാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാവും. പള്ളികളിൽ നിന്ന് ഉത്ബോധനങ്ങൾ ലഭിക്കാം, സംഘടനകളുടെ ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി കടന്നു വരാം, പ്രീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു മുസ്ലിം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ലോകത്തുടനീളം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. സെലിബ്രിറ്റീസിലൊക്കെ പലരും പറയും ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, അല്ല ഞാനൊരു മുസ്ലിം മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിങ് മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ ഐഡൻറ്റിറ്റിയാണ് താടി എന്നുള്ളത്, അവർ പള്ളികളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നു എന്നുള്ളത്, അവർ രാത്രി തറാവീഹ് നമസ്കാരങ്ങൾ എന്നുള്ളത്, പള്ളിയിൽ ഭജനം ഇരിക്കുക എന്നുള്ളത് വളരെയധികം ഗൗരവത്തിൽ കാണുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന സമയത്ത് എഴുത്തിക്കാഫ് എന്നുള്ളതൊക്കെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ദൈവവുമായി അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും അയാളുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇക്കാബാണെങ്കിലും പർദ്ദയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ ഭരണഘടനാ അവകാശങ്ങളാണ് ഈ പറഞ്ഞ SOP നിരാകരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനൊക്കെ ആരംഭിച്ച സമയത്ത് സ്വാഭാവികമായി ഇത് പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ളൊരു സാധ്യത നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അവിടെ ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത് എന്നത് നാം ഗൗരവതരമായി ഉന്നയിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭരണഘടന അനുച്ഛേദം 14 പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആ സമത്വത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഫൈലിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. അനുച്ഛേദം 15 പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി മതാടിസ്ഥാനത്തിൽ വിവേചനമാണ് കാണുന്നത്. പാർട്ട് 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(c) പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യവും കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(d) പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. അനുച്ഛേദം 21 പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അനുവദിക്കണം എന്നുള്ളതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളത് ഒട്ടേറെ സുപ്രീം കോടതി വിധി, ഇപ്പോൾ 2017 ഏറ്റവും ലേറ്റസ്റ്റ് വളരെ വന്നിട്ടുള്ള KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ കൃത്യമായി സ്വകാര്യത അടിസ്ഥാന അവകാശമായി പരിഗണിക്കണം. അവിടെയാണ് ഈ സ്വകാര്യതയെ കടന്നു വെക്കുന്നത്. ഒരാൾ മൊബൈൽ ഫോണിൽ VPN പോലെയുള്ള സ്വാഭാവികമായി ആളുകൾ പിന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ, ഇന്ത്യ ഗവൺമെൻറ് ഔപചാരികമായി നിരോധിക്കാത്ത ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻസ്, ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരാൾ അയാളുടെ ഫോണിൽ അത് കാണുന്നു. ഇപ്പോൾ നമ്മൾ വളരെ തമാശയായി നമ്മൾ പറയാറുണ്ട്, മുമ്പൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഒരു നീല CD അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തുള്ള പുസ്തകങ്ങൾ അതൊക്കെ കണ്ടു കെട്ടിയെന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒരു നറേഷൻ ഉണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ക്രൈം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളൊക്കെ ആളുകളായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന, ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് തീവ്രവാദ കേസുകളിൽ നമ്മൾ വളരെ തമാശയായി കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു കഫിയ ധരിപ്പിക്കുക. അപ്പം എന്തിനാ അതൊരു പ്രൊഫൈലിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പോലീസ് സംവിധാനം ഇതിൽ നിന്നൊക്കെ മാറുകയും വളരെ ജനാധിപത്യ രൂപത്തിലുള്ള വളരെ ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടത്തിൽ തികച്ചും അപരിഷ്കൃതമായ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ പോകുന്നു എന്നുള്ളത് പാർലമെൻറ്റാണ് ഇതിലേറ്റവും, സാർ നേരത്തെ പറഞ്ഞ പോലെ നിയമ സംവിധാനങ്ങളും അതോടൊപ്പം പാർലമെൻറ്റിൽ ഇതിനേറ്റവും ശക്തമായ ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ഇത് വ്യാപകമായി ഒരു മതസമൂഹത്തെ കരിവാരി തേക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത്
നമ്മൾ വളരെ ശക്തമായി ഇതിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഒട്ടും ജനാധിപത്യ വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു മതവിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ അപരവൽക്കരിക്കപ്പെടരുത്. അതിനുള്ള ഒരു ചെറിയ ശ്രമം പോലും ഉണ്ടാവരുത്. അതിനുള്ള ചെറിയൊരു ശ്രമം തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചില രാഷ്ട്രീയ പ്രതിനിധികൾ അത് കണ്ടെത്തുകയും നേരത്തെ പറഞ്ഞ പോലെ ജോൺ ബ്രിട്ടാസ് പോലെയുള്ള MP-മാർ അതിൽ മുന്നിൽ നിന്ന് ചില ശ്രമങ്ങൾ തുടങ്ങിയതിന് മുസ്ലിം ലീഗിനെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സംവിധാനങ്ങളൊക്കെ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സ്പോട്ട്ലൈറ്റ് മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.